നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനുമായി ഹൃദയംഗമായി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ഫാനി ജോസ് നമ്മുടെ ലൈനിലുണ്ട്. പൈതലിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മാറ്റപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവ സാന്നിധ്യത്തോട് അടുത്തു വരാം. നമ്മുടെ കർത്താവിനെ, സൃഷ്ടാവായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, ഉന്നതനായ ദൈവത്തെ, മംഗളനായ ദൈവത്തെ, സൗഖ്യദായകനെ, കർത്താവിനെ നമുക്ക് ഉയർത്താം. നമ്മുടെ പാറയായ, നമ്മുടെ പരിചയായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് വാഴ്ത്തി ആരാധിക്കാം. കർത്താവാം ദൈവമേ എന്നെ യേശു. ഹല്ലേലൂയ. കർത്താവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, കർത്താവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനേ, പണ്ഡിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. നീകം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഒന്ന് പ്രാർത്ഥിച്ച്. നീകം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. ഓ പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ,
ശാബാരാധനാഗന. ആമേൻ. ദൈവസ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യാൻ കർത്താവേ, അവിടുത്തെ നീയ സ്വഭാവം ഞങ്ങളിൽ പകരണമേ, അങ്ങയുടെ തേജസ്സാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിനായി, നൽവരത്തിനായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാഞ്ചിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈകൾ അടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി. ആമേൻ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, ഓ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം, നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. വാരവനം ശകലം ധനരാധികരം ശേഖരേ ശകലം ധനവൈദവരം ധാരികരാരികതേ ഭൂതവരം ശകലം ധനരം ധനവൈദവരം ശാന്തേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ ശേഷിക്കുന്ന ഓരോ അവസരങ്ങളും അങ്ങയുടെ പൊന്നുനാമത്തിന്റെ മഹത്വത്തിനായി കൈത്തിരി പോലെ എരിഞ്ഞ് ശോഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുന്ന വൻകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ അതിനായി ഒരുക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസ് കഴിഞ്ഞ ദീർഘനാളുകളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന പലർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ കർത്താവ് അത്ഭുതകരമായി ആ പേര് പോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. ഇന്നത്തെ മീറ്റിംഗിലേക്ക് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് രാജസ്ഥാൻ അജ്മേർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പാസ്റ്റർ ബിജു ഡാനിയൽ ആണ്. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപ് 1980കളിൽ ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാസ്റ്റർ സാമുവൽ ഡേവിഡ് ദൈവവേലയ്ക്കായി രാജസ്ഥാനിൽ കടന്നു വരികയും കുടുംബമായി ദൈവവേല അവിടെ ചെയ്യുകയും അതിൻ ഫലമായി ശക്തമായി അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാൻ ആ ദൈവഭൃത്യനെ കർത്താവ് ശക്തമായി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു എങ്കിലും കർത്താവ് ശക്തമായി ആ കാലങ്ങളിൽ ഉപയോഗിച്ചു. അതിന്റെ അടുത്ത തലമുറയായി കർത്താവ് കണ്ടിരിക്കുന്നതാണ് പാസ്റ്റർ ബിജു ഡാനിയലിനെ. ഇന്നും അവിടെ ആ രാജസ്ഥാനില് ശക്തമായി ദൈവവേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക ട്രാക്റ്റുകൾ അടിക്കുവാനും ആ ട്രാക്റ്റുകൾ ഒത്തിരി ഇടങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ട്രൈബൽസിന്റെ ഇടയിൽ പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ കുറെ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നെങ്കിലും ഭാര്യ ഷീബ വളരെ അവിചാരിതമായി കോവിഡിന്റെ സമയത്ത് കർത്താവിന്റെ നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. എന്നാൽ അതിനകത്തൊന്നും പതറിപ്പോകാതെ വിളിച്ച ദൈവം വിശ്വസ്തനായി ആമേൻ ഇന്ന് വരെയും നടത്തുന്നതിനാൽ അതിനകത്ത് തന്നെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് തന്റെ 2 കുഞ്ഞുങ്ങളും അമ്മയുമായി രാജസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏവർക്കും ഇന്ന് പാസ്റ്റർ ബിജു ഡാനിയലിന്റെ സാക്ഷ്യം കേൾക്കുന്നതിനോടൊപ്പം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട്. അതിനായി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഇന്നത്തെ ടെസ്റ്റ് മണി പറയുന്നതിനും വചന ശുശ്രൂഷയ്ക്കായി കർത്താവ് എങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത് അതനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ അടുത്ത 40 മിനിറ്റുകളിൽ 40-45 മിനിറ്റോളം ശുശ്രൂഷിക്കുവാനായി പാസ്റ്റർ ബിജു ഡാനിയലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സ്നേഹത്തോടുകൂടി പാസ്റ്റർ ബിജു ഡാനിയൽ. Thank you, Sister Shirley. Praise God to all. I greet to all the matchless name of Lord and Savior Jesus Christ. എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. മിറാക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് ഈ ഒരു കൂട്ടായ്മയിൽ എനിക്കും വന്ന് ദൈവത്തിൻ്റെ വേണ്ടി ചെയ്ത് കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കാൻ വേണ്ടി എനിക്കും ദൈവം ഒരു അവസരം തന്ന് അതിന് ഞാൻ നന്ദി പറയുന്നു. ഇത് നടത്തുന്ന എല്ലാ ലീഡർഷിപ്പിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എസ്പെഷ്യലി മാത്യുമൻ പാസ്റ്റർ, ബാക്കി എല്ലാ ലീഡേഴ്സിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഷേർലി സിസ്റ്റർ ഓർപ്പിച്ചപ്പോൾ ഞാനൊരു മിഷണറി കുടുംബത്തിൽ ജനിക്കാൻ എനിക്ക് ദൈവം ഒരു അവസരം തന്നു. എൻ്റെ പേരൻസ് പാസ്റ്റർ ഷൗമൽ ഡാനിയൽ, എൻ്റെ മമ്മി മറിയാമ്മ ഡാനിയൽ, രണ്ടുപേരും ഒരു നോമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവം അവരെ തിരഞ്ഞെടുത്തു. അങ്ങനെ രാജസ്ഥാനിലോട്ട് ദൈവത്തിന് വേല ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ തീരുമാനമെടുത്തു. അങ്ങനെ 1981 രാജസ്ഥാനിലോട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിലോട്ട് വന്നു. അതിനു മുമ്പേ രാജസ്ഥാനിലെ വേറെ സ്ഥലത്തിൽ ഞങ്ങളായിരുന്നു. ഞാൻ എൻ്റെ ബോൺ ആൻഡ് ബോട്ട് രാജസ്ഥാനിൽ തന്നെയാണ്. രാജസ്ഥാനിലെ സിക്കർ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2ാം ക്ലാസ്സിൽ ആയിരുന്ന സമയത്ത് 81 ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന അജ്മീർ ഡിസ്ട്രിക്റ്റിൽ നസീറാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം മമ്മി കേട്ടു. അമ്മയുടെ ദൈവം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയയിൽ വന്നു. ഇതൊരു ആർമി ക്യാൻറ്റ. അങ്ങനെ ചെറുപ്പം തൊട്ട്
ദൈവത്തിൻ്റെ വേലയെ കഷ്ടതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും എല്ലാ കാര്യങ്ങൾ ചെറുപ്പത്തൊട്ട് കണ്ട് കേട്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോയി. ആ സമയത്തൊക്കെ ഒത്തിരിയും ഇക്കണോമിക്കലി ഒത്തിരിയും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സഹായിച്ചു. ഞങ്ങൾ 3 മക്കളായിരുന്നു. എൻ്റെ മൂത്ത ബ്രദറുണ്ട്, ഷുഗു ഡാനിയൽ, പിന്നെ ഇളയ ഒരു സിസ്റ്ററുണ്ട്, ഞാൻ ഇടയ്ക്കത്തെയാണ്, റേച്ചൽ ഡാനിയൽ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഗ്രാജുവേറ്റ് ആയി. ഞാൻ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തിട്ട് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്ത സമയമായിരുന്നു. ടീച്ചറും ഒരു ട്യൂട്ടറും ആയിരുന്നു. പിന്നെ ഞാൻ PGDC ചെയ്തു. പക്ഷെ ആ സമയത്ത് ആ ദൈവത്തിൻ്റെ ഒരു ശബ്ദം എൻ്റെ അകത്തോട്ട് സംസാരിക്കും, ഇതെല്ലാം വിട്ടിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യും, അതാ ദൈവത്തിൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ 2004 എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ കുമ്മനാട് IBC ഇന്ത്യൻ ബൈബിൾ കോളേജിൽ പോയി 3 വർഷം MD കോഴ്സ് ചെയ്തു, മാസ്റ്റർ ഡിവിനിറ്റി. 2007 ജനുവരി ഗ്രാജുവേറ്റ് ആയി. 2007 തന്നെ മാർച്ചിൽ ദൈവം ഒരു ലൈഫ് പാർട്ണർ തന്നു. കോട്ടയത്ത് നിന്ന് ഷീബ. നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നു, പക്ഷേ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ രാജസ്ഥാനിലോട്ട് വന്നു. ഹിന്ദി ഒന്നും അറിയത്തില്ല, ആദ്യമായിട്ടാ കേരള വിടുന്നത്. പക്ഷേ ഒരു 3 മാസത്തിൻ്റെ അകത്ത് ഹിന്ദി വായിക്കാനും സംസാരിക്കാനും ഹിന്ദിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. കാരണം അത്രയും സമർപ്പണ ഉള്ള ഒരു ദേവദാസിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് മുമ്പോട്ട് പോയി. 2008 ഞാൻ രാജസ്ഥാനിലെ ബദേ ഫെലോഷിപ്പ് ഫാസ്റ്റർ വൈഹണ്ണ അവരുടെ കൂടെ ചേർന്ന് വേല ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു. 2008 ദൈവം ഒരു മോളെ തന്നു, ബോബെ. അങ്ങനെ 2007 തൊട്ട് ഞാൻ എൻ്റെ വേലകൾ ആരംഭിച്ചു. ഞാനിവിടെ വേല ചെയ്യുന്ന സമയത്തും വേറെ സ്ഥലത്തിലൊക്കെ വേല ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ എനിക്ക് കിട്ടി, വലിയ സിറ്റിയിലൊക്കെ പോയി ചെയ്യാൻ വേണ്ടി. പക്ഷേ എൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ ദൈവത്തിൻ്റെ വേല ഈ വില്ലേജുകളിൽ പോയി ചെയ്യണം, ട്രാക്റ്റുകൾ കൊടുക്കണം, ഈ ലോക്കൽ ആളുകൾ ജാതികൾ നടത്തുന്ന ദൈവത്തെ അറിയണം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ലോക്കൽ ആളുകൾ മധ്യത്തിൽ വേല ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ തന്നെ സ്വന്തം ഒരു ട്രാക്റ്റ് എഴുതി, ദൈവത്തിൻ്റെ സ്നേഹം, ഹിന്ദിയിൽ പരമേശ്വര പ്രേം. അതൊരു ബുക്ക്ലെറ്റ്, 16 പേജസ് ഉണ്ട്. ദൈവ രക്ഷയെക്കുറിച്ച് അതിനകത്തൊക്കെ പറയുന്നു. അങ്ങനെ ഞാൻ സ്വന്തം അവരോട് ഒരു സഹായം മേടിക്കാതെ തന്നെ 3 വർഷം ട്രാക്റ്റ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ മോർ ദാൻ 20,000 ട്രാക്റ്റുകൾ ഞാൻ, പിന്നെ എൻ്റെ കൂട്ടു ദേവദാസുമാർ, ആ ട്രാക്റ്റുകളാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രാമത്തിലൊക്കെ പോയി ശുശ്രൂഷ പറയാൻ വേണ്ടി. 2015 എൻ്റെ അങ്കിൾ കേരളത്തിലുണ്ട്. അങ്കിൾ ഒരു മിനിസ്ട്രി തുടങ്ങിയായിരുന്നു, എറ്റേണിറ്റി ഫോർ ഓൾ. അത് രാജസ്ഥാനെ, ഗുജറാത്ത്, MP ട്രൈബൽ ഏരിയയിലെ മധ്യത്തിൽ. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ എൻ്റെ ഇവിടുന്ന് ഒരു 400 കിലോമീറ്റർ ഉണ്ട്. എല്ലാ മാസം അവിടെ ട്രൈബൽ ഏരിയയിൽ
ഗ്രാമത്തിൽ പോയി അവിടുത്തെ ലോക്കൽ പാസ്റ്റർമാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെയൊക്കെ നമ്മുടെ കൂടെ ചേർത്തിട്ട് അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനും അവിടുത്തെ ലോക്കൽ വേലകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഒരു ഭാരം തന്നു. അങ്ങനെ ഞാൻ 2015 ആ റെസ്പോൺസിബിലിറ്റി എടുത്തു. ബെതേ ഫെലോഷിപ്പിന്റെ കൂടെ തന്നെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിച്ച് അതും ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. പക്ഷെ ആ സമയത്ത് തൊട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പെർസിക്യൂഷനും നിന്ദകളും സുവിശേഷ വേലത്തിന്റെ ഒരു ഭാഗമാണ്. ഒത്തിരി പ്രാവശ്യം എനിക്ക് ഓടേണ്ടി വന്നിട്ടുണ്ട്, പ്രാണം എടുത്തിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഗ്രാമത്തിനകത്ത് ഒരു മീറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് നടത്തും. ഒരു കുടുംബ വിശ്വാസി വന്നു. അവിടുത്തെ ലോക്കൽ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഒരു മീറ്റിംഗ് നടത്തണം. ഞങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു പാട്ട് പാടി. ബാസ്വാഡ ഡിസ്ട്രിക്റ്റിനകത്ത് വാഗടി ഭാഷയില പാട്ട് പാടുന്നു. അന്നേരം ആ ഗ്രാമത്തിന്റെ തലവൻ അതിന്റെ ലീഡറിന്റെ മോന് വന്ന് വലിയൊരു ആയുധം എടുത്തിട്ട് വന്നിട്ട്, ഞാനിരിപ്പുണ്ട്, അടുത്ത ദേവദാസൻ ഇരിപ്പുണ്ട്. ആ ദേവദാസത്തിന്റെ ഈ കരുത്തെ വെച്ചിട്ട് പറഞ്ഞു, ആരെ ചോദിച്ചിട്ടായി ഈ ഗ്രാമത്തിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥന നടത്തുന്നു? അവർ പ്ലാൻ ചെയ്തിട്ട് വന്നു. അരമണിക്കൂർ എല്ലാവരും അവർ കണ്ടുപിടിച്ചു. അവർക്കറിയാതെ നിന്നൊരു മീറ്റിംഗ് നടക്കും. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ആ മനുഷ്യന്റെ ഹൃദയം, അവർ 3-4 പേരെ ഉണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അവര് കുറച്ച് ത്രെറ്റനിങ് ഒക്കെ തന്നിട്ട് ഞങ്ങളെ ഇവിടുന്ന് ഓടിപ്പോകാൻ പറഞ്ഞു. അപ്പം തന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ബൈക്കിലായിരുന്നു അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ ഈ ഏരിയയിലേക്ക് ഒത്തിരി വർഷം ഇങ്ങനെയൊക്കെ പെർസിക്യൂഷൻ നടന്നു. പക്ഷെ അതിന് മധ്യത്തിലും ഞാൻ ഈ കാര്യമൊന്നും വീട്ടിൽ പറയത്തില്ല, വൈഫിനോട് പറയത്തില്ല, അമ്മയോട് പറയത്തില്ല. പപ്പ 2009 തന്നെ ദൈവത്തിന് സന്നിധിച്ചെടുക്കപ്പെട്ടു. ജീവിതത്തിൽ ഓരോരോ കഷ്ടം പ്രയാസം വരുന്ന സമയത്തെല്ലാം ദൈവത്തിന്റെ മുഖത്ത് നോക്കി തന്നെ ദൈവം ഒരു പ്ലാൻ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം. ആ ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊന്നും പറയത്തില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും, പോണ്ട, എന്തോന്ന് ഇത്ര ദൂരേക്ക് പോകുന്നേ. എല്ലാ മാസം ഞാൻ പോവായിരുന്നു. അവിടെ 3 ദിവസം അവരുടെ മധ്യത്തിൽ താമസിക്കും. ആദ്യമേയൊക്കെ അവരുടെ ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാ കാര്യം അവരുടെ കൂടെ തന്നെ താമസിക്കുക, അവരുടെ കൂടെ തന്നെ പോവുക. അങ്ങനെ ദൈവം സഹായിച്ചു. അങ്ങനെ മുമ്പോട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു ടീം വർക്ക് ചെയ്യുമായിരുന്നു. ഓരോരോ ഡിസ്ട്രിക്റ്റിനകത്ത് ഞങ്ങൾ പോയി ദേവദാസന്മാരെല്ലാം ഒന്നിച്ചു പോയി ആ ഡിസ്ട്രിക്റ്റിനകത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു. ആ ഡിസ്ട്രിക്റ്റിനകത്ത് എത്ര ഗ്രാമമുണ്ട്, 4-5 ദിവസം ഞങ്ങൾ ആ ഗ്രാമം മൊത്തം എല്ലാ ദിവസവും ഞങ്ങൾ പോകും. ട്രാക്ട് കൊടുക്കും, ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കും. ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്ത് ഒരു ദിവസം ഒരു 800 ന്യൂ ടെസ്റ്റ്മെന്റ്. ഞങ്ങളത് പതുക്കെ 1600 ന്യൂ ടെസ്റ്റ്മെന്റുകൾ ഒരു ദിവസം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. 1600 ന്യൂ ടെസ്റ്റ്മെന്റുകൾ. ആ ദിവസം എത്ര ഗ്രാമത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും വർക്ക് ചെയ്യാൻ ദേവദാസന്മാരെ, ഞങ്ങളൊരു 7-8 പേര് ദേവദാസന്മാരുണ്ട്. അല്ലല്ല വേറെ വേറെ സംഘടനകൾ, IPC ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, HU ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ നോക്കാതെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് രാജസ്ഥാനിലെ ജാലോർ ജില്ലയിൽ എൻ്റെ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട്, ഒരു സുഖ ഏരിയയിൽ അവിടെ ഒരു ദേവദാസൻ, ഒരു യൗവനക്കാരൻ പയ്യൻ വേല ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു. പ്രഭൻ മാത്യു എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ദേവദാസൻ അവിടെ പോയ സമയത്ത് ഞാൻ തന്നെ ഒരു പ്രാവശ്യം അവിടെ 3 ദിവസം പോയി അവിടെ വർക്ക് ചെയ്തു. ട്രാക്ടർ കൊടുത്തു, സുവിശേഷം പറഞ്ഞു ഒത്തിരി പേരോട്. അത് ഞങ്ങൾ ടീമായിട്ട് 2018
സെപ്റ്റംബർ 2 ഞങ്ങൾ 2 തൊട്ട് 8 വരെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു. ഞങ്ങൾ 9 പേര് അവിടെ ഉണ്ട്. 7 ദേവദാസന്മാരുണ്ട്, ഒരു ദേവദാസിയുണ്ട്, പിന്നെ ഒരു യൗവനക്കാരി, ഒരു കൊച്ചുണ്ട്. ഞങ്ങൾ രാവിലെ 5 എണ്ണിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കഴിക്കും, കുറച്ച് ഞങ്ങൾ ആഹാരം ഞങ്ങളുടെ കൂടെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഈ ട്രാക്റ്റുകളും ബൈബിളും ഞങ്ങൾ എടുക്കും. അവിടുത്തെ ലോക്കൽ വണ്ടി ഞങ്ങൾ ഹയർ ചെയ്യും. എന്നിട്ട് അവനോട് ചോദിച്ച് ഓരോരോ ഗ്രാമം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2 അവിടെ എത്തി. 3 രാവിലെ ഒരു 3 മണി സമയത്ത് ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയി ട്രാക്ടർ കൊടുക്കുന്നു. അവിടുത്തെ ലോക്കൽ ആളുകൾ ഞങ്ങളെ അടിക്കുന്നു. ഞങ്ങൾ താര കടപ്പുണ്ട്. ഞാൻ കാണുന്ന ഞാനും വേറെ ഒരു ലീഡറുണ്ട്, ഫസ്റ്റ് സണ്ണി പാഷ് എന്ന് പറഞ്ഞ, ഞങ്ങൾ 2 പേരും അവിടെ കടപ്പുണ്ട്. പറയാം, ഞാൻ അത്രയും കണ്ടു. ഞാൻ പിന്നെ എണ്ണിച്ചു. പിന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. ഞങ്ങൾ ഒത്തിരിയും ട്രിപ്പുകൾ ഇങ്ങനെ ചെയ്തു, ഒത്തിരിയും ഡിസ്ട്രിക്റ്റുകൾ ഞങ്ങൾ പോയി, ഒത്തിരി അടുത്ത് ഞാൻ കൂടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ബോധ്യം കിട്ടിക്ക് ഈ പ്രാവശ്യത്തെ ഈ മിഷൻ ട്രിപ്പിനകത്ത് തീർച്ചയായിട്ട് ഞങ്ങൾക്ക് ഒരു വലിയ പെർസിക്യൂഷൻ നടക്കാൻ പോകുന്നു. ആ സമയത്ത് എൻ്റെ മുമ്പേ ഒരു 2 ചോദ്യം വന്നു. ഞാൻ ഈ കാര്യം മറ്റേ ദേവദാസന്മാർ പറയണോ പറയണ്ടായോ? ഞാൻ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനം എടുത്തു, ഈ കാര്യം ആരോടും പറയണ്ട, പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഹിതമാണെങ്കിൽ ആ പെർസിക്യൂഷനകത്ത് നമ്മൾ പോകണം. ഞാൻ വീട്ടിൽ വിളിച്ച് വൈഫിനോടും മമ്മിയോടും പറഞ്ഞില്ല. 3 ഞങ്ങൾ വർക്ക് ചെയ്തു. 4 ഞങ്ങൾ വർക്ക് ചെയ്തു. സെപ്റ്റംബർ 5 ഇന്ന് സെപ്റ്റംബർ 5 ആണ്. ഓക്കെ, സെപ്റ്റംബർ 5 2018 ടീച്ചേഴ്സ് ഡേ ഞങ്ങൾ 2-3 സ്കൂളിനകത്തും പോയി പ്രോഗ്രാം ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് അവര് ഗിഫ്റ്റൊക്കെ തന്നു. അങ്ങനെ ഒരു 3:30-4 മണി ആയ സമയത്ത് ഞങ്ങള് അവിടുത്തെ ഓടുവാട ഗ്രാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതൊരു RSS ഗ്രാമമാണ്, മൊത്തം RSSകാരാ. ഞങ്ങൾ വണ്ടി എടുത്തേക്കുന്ന ഒരു മുസ്ലിമിന്റെ വണ്ടിയാ. ഡ്രൈവർ മുസ്ലിം, അവന്റെ വണ്ടി ഞങ്ങൾ ഹയർ ചെയ്തേക്കുന്നു. ഞങ്ങൾ അന്നേരം ആ ഗ്രാമത്തിൽ പോയി. ഞങ്ങളുടെ സിസ്റ്റം 2 പേരും, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്കിനകത്ത് സുവിശേഷം പറയും, പിന്നെ ഈ ആൽക്കഹോളും പിന്നെ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയും, എങ്ങനെ ഇതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ യേശുവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനത്തെ ഞങ്ങളൊരു സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഒരാൾ പ്രസംഗിക്കും, ബാക്കി എല്ലാവരും ബാഗിനകത്ത് ബൈബിളും ട്രാക്റ്റുകളും എടുത്തിട്ട് ഞങ്ങൾ ഗ്രാമത്തിനകത്ത് പോയി ഇതെല്ലാം കൊടുക്കും. ഈ പറയുന്ന ആൾ പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങൾ ഗ്രാമത്തിൽ മൊത്തം ട്രാക്റ്റുകൾ ബൈബിൾ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. എല്ലാവരും ഓരോരോ ദിശകൾ പോകും. അങ്ങനെ ഈ ഗ്രാമത്തിൽ സണ്ണി പാസ്റ്റർ പ്രസംഗിക്കുന്നു, ഞങ്ങളെല്ലാവരും ട്രാക്ടർ കൊടുക്കുന്നു. ആ സമയത്ത് ആ സണ്ണി പാസ്റ്ററിനെ 2 യൗവനക്കാർ പയ്യന്മാർ വന്നു. ചെല്ലയ്ക്ക് 2 അടി അടിച്ചിട്ട് പറഞ്ഞു, പൊക്കോളം പറഞ്ഞു, ഈ ഗ്രാമത്തിൽ ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സണ്ണി പാസ്റ്റർ കോൾ ചെയ്തു, ഗ്രാമത്തിന്റെ വെളിവാ, എളുപ്പം പ്രശ്നമായെന്ന് പറഞ്ഞു. അന്നേരം ഗ്രാമത്തിന്റെ അകത്തുനിന്ന് എല്ലാവരും വെളിയിലോട്ട് ഓടിപ്പോയി. പക്ഷെ ഞാനും എൻ്റെ കൂടെ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, ഫിലിപ്പ് ഓജ എന്ന് പറഞ്ഞ ദേവദാസൻ. ഞങ്ങൾ ഗ്രാമത്തിന്റെ ഏറ്റവും ഉള്ള ഭാഗത്തിലായിരുന്നു. ഈ ഗ്രാമത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് തിരിച്ച് ഈ എൻട്രൻസും ഒരേ ഉള്ളൂ, വേറെ ഒരു തിരിച്ച് നമുക്ക് വരണമെങ്കിൽ ഈ ഒരു എൻട്രൻസേ ഉള്ളൂ. ഈ ഗ്രാമത്തിന് വെളി പോകണമെങ്കിലും അവിടുന്ന് തിരിച്ചു വന്നിട്ടേ വെളിയിലോട്ട് വേറെ ഗ്രാമത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ചോദിച്ചു, പക്ഷേ ഒരു മാർഗമില്ല. തിരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് അവർക്കറിയായിരുന്നു ഞങ്ങൾ 1-2 പേർ അവിടോട്ട് പോയിട്ടുണ്ടെന്ന്. അവർ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അവർ ഞങ്ങളെ കണ്ടപ്പോഴേ അവരുടെ ആ ദേഷ്യം, ക്രോധമല്ല, ഞങ്ങളെ മേളി അവർ തീർന്നു. അവർ സ്റ്റാർട്ടിങ് ചെയ്ത് എന്നെ അടിക്കാനാ. അവര് ആദ്യമേ കൈകൊണ്ട് അടിക്കുന്നു, പിന്നെ വേറെ യൗവനക്കാരെ ഫോൺ വിളിക്കുന്നു, അവരൊക്കെ വരുന്നു, പിന്നെ അവരെ സ്റ്റിക്ക് കൊണ്ടുവന്നു. ഓരോരോ ഞങ്ങൾ 2 പേരെ ഇട്ട് അവര്
ചള്ളയ്ക്കടിക്കും, ചെവിക്കടിക്കും, റിബ്സിനടിക്കും, നമ്മുടെ പുറഭാഗത്ത് അടിക്കും. നമുക്ക് ശരീരത്തിന്റെ അകത്ത് മുറിവ് ഉണ്ടാകണം. അത് അവരെ പഠിപ്പിച്ചു വെച്ച് അങ്ങനെ അവരടിക്കില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ ഇട്ട്, ഒരാൾ എന്നെ അടിക്കുന്നു, പിന്നെ മറ്റാളെ അടിക്കുന്നു, ഒരാളെ അടിക്കുന്നു, അവനെ അടിക്കുന്നു. മറ്റാ ദേവദാസനാണെങ്കിൽ ഒത്തിരി നിലവിളിച്ചു അവിടുന്ന്. പിന്നെ മറ്റെല്ലാ ദേവദാസന്മാരെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മൊബൈൽ എടുത്തു. മറ്റെല്ലാ ദേവദാസന്മാർ എല്ലാവരും 5 പേരും ഗ്രാമത്തിന്റെ വെളിയിൽ പോയി. ഇവിടെ ഞങ്ങളുടെ വണ്ടി ഉണ്ട്. പക്ഷെ അവരെല്ലാം തിരിച്ചു വരാൻ പറഞ്ഞു. അന്നേരം തന്നെ ഗ്രാമത്തിന് എല്ലാ 100-200 പേര് അവിടെ കൂടി. അവരെല്ലാരും ഗ്രാമത്തിന്റെ വെളിയിലോട്ട് പോയി. അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ 2 ദേവദാസന്മാരെ ഞങ്ങൾ കൊന്നിട്ട് ഇവിടെ കുരിശിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇവിടോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ ദേവദാസന്മാര് തീരുമാനം എടുത്തു, നമുക്ക് തിരിച്ചു വരണം. അവരിങ്ങനെ തിരിച്ചു വരുന്ന സമയത്തായി ഗ്രാമത്തുകാര് അവരെ 1 കിലോമീറ്റർ ദൂരെ അവരെ അടിച്ചടിച്ച് ഞങ്ങൾ എവിടെ നിൽക്കുന്നു, അവിടെ ഒരു ഗ്രാമമുണ്ട്, 2 മന്ദിരമുണ്ട്, അവിടെ കൊണ്ടു. ദേവദാസന്മാരെ ആ സമയത്ത് സന്നിപാഷ്ട നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും അടി വന്നു. ചില അടിയാണെങ്കിൽ സന്നിപാഷ്ട തലയ്ക്ക് കൊണ്ടു. ആ സമയത്ത് എന്ന് പറഞ്ഞ ഒരു നരേഷ് എന്ന് പറഞ്ഞ പയ്യുണ്ടായിരുന്നു. അവൻ ട്രെയിൻഡ് ആയിരുന്നു. അവൻ ചെവിക്കടിക്കും, റിബ്സിനടിക്കും. എന്നെ അടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ആ ചെവിക്കുട്ടി പൊട്ടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലത്തെ അടിയായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തിന് കൃപയായിട്ട് അവരുടെ മുമ്പിൽ കരഞ്ഞുമില്ല, നിലവിളിച്ചുമില്ല. ദൈവം അതെല്ലാം മധ്യത്തി ഈ എത്ര അടി, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ ഞങ്ങളിട്ട് അവിടെ അടിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ദാഹം വന്നു. എൻ്റെ അടുത്തൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. ആ സമയത്ത് 100-200 പേര് കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തറയെ കിടക്കുക. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ദാഹിക്കുന്നു, ശകലം വെള്ളം ചെന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ആ നല്ലൊരു മനുഷ്യനായിരുന്നു. അവൻ എളുപ്പം പോയി, വീട്ടിലും പോയില്ല, കടയിൽ നിന്ന് 2 ബോട്ടിൽ വെള്ളം മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ കൈ തരാൻ സമയത്ത് ഈ അടിക്കുന്ന യൗവനക്കാരെ പയ്യന്മാര് 10-20 പേരുണ്ട്. ഒരു ബോട്ടിൽ എടുത്തിട്ട് ഒരു എറിഞ്ഞു. ഒരു ബോട്ടിൽ തുറന്നിട്ട് എൻ്റെ തലയിൽ ഒരിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എവർക്ക് വെള്ളം കൊടുക്കുവാന്ന്, ഈ പന്നജാതികൾക്ക് വെള്ളം കൊടുക്കുവാന്നു. ഒരു തുള്ളി വെള്ളം അവർ തന്നില്ല. അവിടുത്തെ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലായി, ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ആരെങ്കിലും മരിച്ചു പോകുമെന്ന് മനസ്സിലായി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ നിർബന്ധത്താൽ പോലീസ് സ്റ്റേഷനെ ഫോൺ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനെ അവിടുത്തെ ലോക്കൽ പോലീസിനെ അവരറിയിച്ചു. അവർ ജീപ്പുമായിട്ട് വന്നു. ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, ഈ പോലീസുകാർ വരുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങളെ എല്ലാവരെയും കൊന്നിട്ട് ഇവിടെ ഒരു പോണ്ടുണ്ട്, അതിനകത്ത് ഞങ്ങൾ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് പോലീസുകാർ വരുന്നേ, ഞങ്ങളുടെ എല്ലാവരും മൊബൈലുകൾ അവർ മേടിച്ചു. അതിനു മുമ്പേ ഞങ്ങളെ എല്ലാവരും ഓരോരോ ആളുകളെ വിളിച്ച് അവരെ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരെന്തുവാ, എവിടെ നിങ്ങൾക്ക് കാശ് കിട്ടുന്നു, ഇവിടെ എന്തോന്ന് വന്നു. ഞങ്ങൾ അവർ പറയുന്ന പോലെ അവർക്ക് ഒരു ചോദ്യമേ ഉള്ളൂ, ഈ ആരാ നിങ്ങളെ ഇവിടെ അയച്ചത്, ആരാ നിങ്ങൾക്ക് ഈ കാശ് തരുന്നത്, അവരുടെ പേര് പറഞ്ഞാൽ മതി, നിങ്ങളെ എല്ലാവരും ഞങ്ങൾ വിട്ടേക്കുന്നു. പക്ഷെ ഞങ്ങൾ യഥാർത്ഥി ഞങ്ങളെ സ്വന്തം ഞങ്ങളുടെ കിട്ടുന്നതിനകത്തും ഞങ്ങൾ കളക്ഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും പോയത്. ആരും സ്പോൺസർ ഞങ്ങൾക്ക് ആ സമയത്ത് ആരും ഇല്ല. ആ സമയത്ത് അവര് യേശുവിനെ കുറിച്ച് ഒത്തിരി നിന്ദകൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്ന സമയത്ത് അന്നേരം അവർ അടിക്കുന്നു, റെക്കോർഡിങ് ചെയ്ത് വെച്ചേക്കുന്നു. ഞങ്ങളുടെ 7 പേരുടെയും അവര് ഓരോരോ ആളുകളെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. പോലീസുകാർ വന്നു. പിന്നെ മൊബൈൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ആ ജീപ്പിനകത്ത് കുറേ 4 പേര് ഇരിക്കുന്ന സ്ഥലത്തിലാണ് ഞങ്ങൾ 7 പേരെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസുകാരൻ പറഞ്ഞു അവരെ ലോക്കറിനകത്ത് ഇട്ടിട്ട്
ഞങ്ങൾ നല്ലോണം ഇവരെ ബാക്കി അടിച്ചോളാം, നിങ്ങൾ അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന ആന്റി പെർസിക്യൂഷൻ റിലീഫിനകത്ത് ഫോൺ ചെയ്തു ഷിബു തോമസിന്. പിന്നെ ഡൽഹിയിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവരുടെ ലീഡർഷിപ്പിന് ഫോൺ ചെയ്തു. ആ സമയത്ത് ഞങ്ങളെ ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ അവർക്ക് ഫോൺ കോൾ വന്നു, ഈ കുറച്ച് പാസ്റ്റർമാരെ അടിച്ചിട്ടുണ്ട്, എൻക്വയറി ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരമായി പോലീസുകാരൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനം എടുത്തേക്കുന്നത്. പക്ഷേ അവിടുത്തെ SP ഒരു ലേഡി ആയിരുന്നു, നല്ലൊരു സ്ത്രീ ആയിരുന്നു. അവിടെ ഞങ്ങളുടെയൊക്കെ കണ്ടീഷൻ കണ്ടിട്ട് അവൾക്കൊരു ദയ വന്നു, കരുണ വന്നു. അവൾ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യിച്ചു, എല്ലാവർക്കും വേണ്ടി മരുന്നുകൾ കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഞാൻ പോയില്ല, കാരണം 2 ലേഡീസ്മാർ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. പക്ഷെ ഇതെല്ലാം സഹിക്കാൻ വേണ്ടി ദൈവം എനിക്കൊരു കൃപ തന്നു. ആ സമയത്ത് ഞങ്ങൾ പിന്നെ തീരുമാനം എടുത്തു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അവരെ ക്ഷമിക്കുന്നു, ഞങ്ങള് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവരെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു കേസ് ഫയൽ ചെയ്യണം, FIR ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ദൈവം പഠിപ്പിച്ചേക്കുന്ന ക്ഷമിക്കാൻ വേണ്ടിയേ. പക്ഷെ അവർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു, FIR ചെയ്തല്ലേ പറ്റത്തുള്ളൂ, നിങ്ങളെ അതുപോലെ അവര് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് രാജസ്ഥാനത്ത് BJP ഗവൺമെന്റ്. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവം, ഞാൻ ഷിബു തോമസ് പാസ്റ്ററിനെ വിളിച്ചു. പക്ഷെ ഇങ്ങനെ ഷിബു തോമസ് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, പാസ്റ്റർ ആദ്യമായിട്ട് ഒരു കേസ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ അഗേൻസ്റ്റ് അവരെ FIR ചെയ്യും, നമ്മളെ അടിക്കും, FIR-ഉം ചെയ്യും. പക്ഷെ ഇത് ആദ്യമായിട്ടാ ഒരു കേസ് വരുന്നേ. അവരുടെ അഗേൻസ്റ്റ് പോലീസുകാർ തന്നെ കേസ് എടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട, അവർ ചെയ്തോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ FIR ചെയ്യുന്ന. ആ സമയത്ത് തന്നെ അവര് വലിയൊരു ബസ് വിട്ടിട്ട്, അവർക്കറിയത്തില്ല ആരൊക്കെ അടിച്ചേക്കുന്നത്, പക്ഷെ ആ ബസ്സിനകത്ത് ഒരു 10 പേരെ അവരെടുത്തോണ്ട് വന്നു. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ഈ 10 പേരെ എടുത്തോണ്ട് വന്ന സമയത്ത് ഈ പോലീസുകാരെ ഇവരെ നല്ലോണം അടിച്ചു, നല്ലോണം ട്രീറ്റ്മെന്റ് ചെയ്തവരെ. FIR ചെയ്തു, കേസായി. രാത്രി 3:30 വരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. 3 പ്രാവശ്യം എനിക്ക് FIR എഴുതേണ്ടി വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. 3:30-ക്ക് ഞങ്ങൾക്ക് അവിടുന്ന് നൊസേറ തഹസിലിനകത്ത് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ മെഡിക്കൽ ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ 6 മണിക്ക് ജാലോർ ഡിസ്ട്രിക്റ്റിന്റെ മെയിൻ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയി. അവിടെ ഞങ്ങളുടെ മെഡിക്കൽ നടന്നു, എക്സ്റേ നടന്നു, സോണോഗ്രാഫി നടന്നു. എന്തായാലും മനസ്സിലായി ചെവിക്കുറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, റിപ്സിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ മെഡിക്കലൊക്കെ ചെയ്തിട്ട് രാവിലെ ഒരു 6:30-ക്ക് ഞങ്ങൾ ജാലൂർ മെയിൻ സ്റ്റേഷനകത്ത് എത്തി. അവിടെ പിന്നെയും കേസ് ഫയൽ ചെയ്തു. പിന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെങ്കിൽ സെക്യൂരിറ്റി തരാം. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി ഉദയ്പൂരിൽ പോയി ബൈബിൾ സ്കൂളിനകത്ത് അവിടുത്തെ പിള്ളേരെ ഞങ്ങൾക്ക് ശേലം മസാജൊക്കെ ചെയ്തു, ചെറിയ ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അഗേൻസ്റ്റ് അവർ FIR ചെയ്തു, ക്രോസ് കേസ് അവർ ചെയ്തു. ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ദൈവം തന്നെ ഒരു ദർശനം എനിക്ക് തന്നു, പെർസിക്യൂഷൻ നടക്കുമെന്ന്. ഞാൻ അതിനൊന്നും പിന്മാറിയില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഈ പോലീസുകാരുടെ പുറകെ കേസൊക്കെ ചെയ്തിട്ട് അവരുടെ പുറകെ നടക്കാനും വക്കീലിന്മാരുടെ പുറകെ നടക്കാനും ഈ കേസിന്റെ പുറകെ നടക്കാൻ വേണ്ടി കർത്താവേ ഇതിനെ അനുവദിക്കില്ലേ. ഞങ്ങളുടെ അഗേൻസ്റ്റ് ചെയ്ത FIR അത് ക്യാൻസൽ ആകണം. ഞങ്ങളുടെ 1 രൂപ പോലും ഇതിനകത്ത് ചെലവാകാൻ പാടില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. നമ്മൾ ചിന്തിക്കണം,
ഞങ്ങളുടെ അഗേൻസ്റ്റ് അവരെ ഒരു ഷെഡ്യൂൾ കാസ്റ്റിന്റെ ഒരു ആ, മനുഷ്യനെ ടെസ്റ്റ് മണി കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നു ട്രാക്ട് കൊടുത്തിട്ട് എൻ്റെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി അവർ വന്നെന്ന് പറഞ്ഞ എഫ്ഐആർ ചെയ്തേക്കുന്നത്. ഒരു ഷെഡ്യൂൾ കാസ്റ്റിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നോൺ അവൈലബിൾ കേസാണ്. അത് അവർക്ക് എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്നേറ്റവും അവർ ഞങ്ങളെ വിളിപ്പിച്ചു. 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചെയ്തോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കേസ്, അവരുടെ അഗേൻസ്റ്റ് കേസ് മുമ്പോട്ട് പോയി. അവർ ഞങ്ങളുടെ അഗേൻസ്റ്റ് എഫ്ഐആർ ചെയ്ത്, ദൈവത്തിന് കൃപ കൊണ്ട് ഇങ്ങനെ നടക്കത്തില്ല. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ അഗേൻസ്റ്റ് എഫ്ഐആർ അവരെ ക്യാൻസലാക്കി റിജക്റ്റ് ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നാല്, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനം എടുത്താല് ദൈവം ന്യായം ചെയ്യുന്ന ഒരു ദൈവമാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യം. 4 വർഷം കേസ് നടന്നു. 2022 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അവരെ വിളിപ്പിച്ചത്. ഞങ്ങൾ ഒരു വക്കീലിനെ ചെയ്തില്ല, അഡ്വക്കേറ്റിനെ ചെയ്തില്ല. ഞങ്ങൾ കേസിന്റെ പുറകെ ഒരു കാര്യം ചെയ്യാൻ പോയില്ല. പക്ഷെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റവരെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവായിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ലാസ്റ്റിലായപ്പോൾ ഞങ്ങളെ വിളിപ്പിക്കുന്ന 2022 കോർട്ടിനകത്ത് ഞാൻ പോയ സമയത്ത് എന്നെ ഈ അടിച്ച് ഈ നരേഷ് എന്ന് പറഞ്ഞ്, അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് പിന്നെ ചെവിക്കകത്ത് നല്ല വേദന തുടങ്ങി. 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് എൻ്റെ ലെഫ്റ്റ് ഇയറിന്റെ ഈഡ്രം മൊത്തം പൊട്ടി കിടക്കുന്നു. അത് ഇൻഫെക്ഷനായി, ഫംഗീസായി. ഡോക്ടർ പറഞ്ഞു വേറെ വിദ്യയൊന്നുമില്ല, വേണമെങ്കിൽ സർജറി ചെയ്യാം, പക്ഷെ അതും സക്സസ് അല്ല, കാരണം ഇത് വലിയൊരു ഹോളാ. 2 മാസം ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ അന്നേരം വൈഫുണ്ട്, മദറുണ്ട്, മമ്മിയുണ്ട്. മമ്മി പറഞ്ഞു മോനെ സർജറി ചെയ്യാൻ പോകണ്ട, ദൈവത്തിന് വേണ്ടി 2 അടി കൊണ്ടേ ഇല്ലയോ, അതുകൊണ്ട് ദൈവം തന്നെ നിന്നെ സഹായിക്കും, ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ സർജറി ചെയ്യാൻ പോയില്ല. 2 മാസം കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് ചെവിക്കകത്ത് ഒരു വേദന ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ആദ്യമേ കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ആ ഹോൾ ഇപ്പോഴും ഉണ്ട്. ഈഡ്രം, എൻ്റെ ലെഫ്റ്റ് ഈഡ്രം പൊട്ടിക്കിടക്കുക, ഇല്ലേ ആട്രിയം ഇന്നിട്ട് പോലും. രണ്ടാമത്തെ ആ കേസിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ദൈവം ചെയ്തു. 4 വർഷം കഴിഞ്ഞ് കോർട്ടിനകത്ത് എന്നെ ഈ 10 പേര് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ചെവി അടിക്കുന്ന നരേഷിനെ ഞാൻ കണ്ടു. ഞാൻ ആ പയ്യനെ വിളിച്ചു. അവരന്നേരം കോംപ്രമൈസ് ചെയ്യാൻ വന്നേക്കുന്ന കാരണം അവര് പറഞ്ഞു, അവരുടെ കഷ്ടത പറഞ്ഞു. പോലീസുകാർ അവരെ ഇഷ്ടം പോലിട്ട് അടിച്ചു. ഇന്നും അവരുടെ നടുവേദന എടുക്കുന്നുണ്ട്, റിബ്സ് വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മനസ്സ് വിചാരിച്ചു, നിങ്ങൾ 2 മണിക്കൂർ ഞങ്ങളെ ഇട്ട് അടിച്ചല്ലോ, പക്ഷേ ഞങ്ങൾക്കൊരു വേദനയൊന്നുമില്ല. ദൈവം ഞങ്ങൾക്ക് നല്ല സൗഖ്യം തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇന്നും വേദനയുണ്ട്. കാരണം ദൈവം ചില സമയത്തൊക്കെ ന്യായം ചെയ്യുന്ന ദൈവം. എന്നോട് ആ നരേഷ് പറഞ്ഞു, സാറെ ക്ഷമിക്കണം, എനിക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് 2 ചെറിയ മക്കളുണ്ടെന്ന് പറഞ്ഞു. നേരെ ഞാൻ ഓർത്തു, ആ സമയത്ത് ഞങ്ങൾ 7 പേരുണ്ടായ സമയത്ത് അതിനകത്ത് 2 പാസ്റ്റർമാര്, യവനക്കാരെ പാസ്റ്റർമാരാ. ഒന്ന് ജോസഫ് ചെറുവിന്, ബൈജു എബ്രഹാം. അവർ ആ ഗ്രാമത്തിൽ കടന്ന് നിലവിളിച്ചായിരുന്നു. ബൈജു എബ്രഹാം എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞു, എന്നെ അടിക്കില്ലേ, ഞാൻ മരിച്ചു പോകും, എനിക്ക് 2 ചെറിയ മക്കളുണ്ട്, എന്നെ അടിക്കില്ലേ, ഞാൻ ചത്തുപോകും. ഈ നരേഷ് എന്ന് പറഞ്ഞ ഈ പയ്യൻ ആ വേർഡ്സ് തന്നെ എൻ്റെ ചെവിക്കേട്ട് വന്ന് പറയുന്നു, സാറെ ക്ഷമിക്കണം, എനിക്ക് 2 മക്കളുണ്ടെന്ന്. ആ സമയത്ത് എനിക്ക് ആ ബൈജു പറഞ്ഞ ആ വാക്യം ഓർമ്മ വന്നു. ദൈവം ന്യായം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു, നരേഷേ, നീ എൻ്റെ സ്ഥാനത്ത് അന്ന് നീ എന്നെ ക്ഷമിക്കുമെന്ന് ചോദിച്ചു. നീ ക്ഷമിക്കത്തില്ല, കാരണം നിന്നെ ധർമ്മം പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, അതുകൊണ്ട് ഞാൻ നിന്നെ ക്ഷമിക്കുന്നു. ആ കോർട്ടിൽ വെച്ച് ഞാൻ ആ നരേഷിനെ
ഹങ്ക് ചെയ്തു. ഞാൻ അവനെ ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ ജഡ്ജിന്റെ മുമ്പിൽ ഇവരെല്ലാം നിപ്പുണ്ട്. 2 മണിക്കൂർ നോൺ സ്റ്റോപ്പ് അവിടുന്ന് അനങ്ങാതെ നിപ്പുണ്ട്. ഞങ്ങളെ ഗ്രാമത്തിൽ അവർ 2 മണിക്കൂർ ഇങ്ങനെ വെച്ച് നിൽക്കുമായിരുന്നു. അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ. പക്ഷെ ആ ജഡ്ജിന് മുമ്പിൽ അവര് അനങ്ങാതെ അവിടെ നിപ്പുണ്ട്. വെള്ളം വേണ്ട, എങ്ങും പോകണ്ട. ആ സമയത്ത് ഞങ്ങള് അവിടെ കോംപ്രമൈസിന് വേണ്ടി എഗ്രിയായി, കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ 2022 ആ കേസ് ക്ലോസ് ആയി. ആദ്യമായിട്ട് ഒരു സംഭവം നടക്കുന്നത് BJP ഗവൺമെന്റ് ഉള്ള സമയത്ത് പോലും ഞങ്ങളുടെ അഗസ്റ്റ് കേസ് വരാതെ അവരുടെ അഗസ്റ്റ് കേസ് വന്നു. ദൈവം ന്യായം ചെയ്തു. ഞാനൊരു കാര്യം ജീവിതത്തിൽ മനസ്സിലാക്കി, നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ എത്ര പ്രശ്നം വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിനകത്ത് സഹിക്കാൻ വേണ്ടി, മുമ്പോട്ട് പോകാൻ വേണ്ടി ദൈവം നമുക്ക് ബലം തരും. ഹല്ലേലൂയ. 2020 എനിക്ക് അതിനെക്കാട്ടിലും വലിയൊരു വേദനക്കകത്ത് പോകാൻ വേണ്ടി ദൈവം ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തായിരിക്കും. ഡിസംബർ 5 2020 എൻ്റെ വൈഫിന് കുറെ സമയം കുറിച്ചാലും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ മനസ്സിലാക്കി വൈഫ് ക്യാൻസർ 4th സ്റ്റേജിലാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോഡി സ്കാൻ ചെയ്തു. ബോഡി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ 4th സ്റ്റേജിലാണ്. നല്ലൊരു മുസ്ലിം ഡോക്ടറായിരുന്നു. ആദ്യമേ കണ്ടപ്പം പുള്ളി പറഞ്ഞു പേടിക്കണ്ട, നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും. പക്ഷേ ബോഡി സ്കാനിന്റെ റിപ്പോർട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു, സർ വി കാൺ ഡു എനിത്തിങ്. ആ സമയത്ത് ഞാനും ശാലം ഹൃദയത്തിൽ പേടിയും ഭയം വന്നു. ഞാൻ, എൻ്റെ വൈഫുണ്ട്, ഞാൻ ഉണ്ട്, വേറെ 2 ദേവദാസന്മാരുണ്ട്. പക്ഷെ അകത്ത് കോവിഡ് സമയത്ത് അതുകൊണ്ട് എല്ലാവരും വെളിയില്ല, ഞാൻ തന്നെ അകത്തുണ്ട്. ഡോക്ടർ പറഞ്ഞു വൈഫിനോട് ഇത് കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു ബയോപ്സി ചെയ്യാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയി. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഇവിടുന്ന് ഒരു 140 കിലോമീറ്റർ ഉണ്ട്, 2.5 മണിക്കൂർ യാത്രയുണ്ട്. കാറ് ഞങ്ങൾ തിരിച്ചു വരിക. വേറെ ഒരു ദേവദാസന് കൂടെ ഉണ്ട്. ഞാൻ മുമ്പേ ഇരിക്കുന്നു. ഞാൻ ദേവദാസനോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ആ 1.5 മണിക്കൂർ ഞാൻ സഹിച്ച ആ വേദന നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ തിരിച്ചു വീട്ടിൽ വന്നു. ഞാൻ ചിന്തിച്ചു എന്തു ചെയ്യണം. ഞാൻ പറഞ്ഞു ഷീബ ക്യാൻസർ 4th സ്റ്റേജാ. ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഷീബയോട് പറഞ്ഞു. ഷീബ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പേടിക്കണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പാസ്റ്റർ ഒരു കാര്യത്തിൽ പേടിക്കണ്ട, ദൈവം അത്ഭുതം ചെയ്യും. ഈ കാര്യം വീട്ടിൽ മമ്മിയുടെ പപ്പയോടും പറയണ്ടെന്ന് പറഞ്ഞു. ഷീബയുടെ മമ്മിയുടെ പപ്പയോട് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അത്രയും ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഞങ്ങളുടെ എല്ലാ പാസ്റ്റർമാർക്കും ഭയങ്കര കാര്യമായിരുന്നു. കാരണം നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, എല്ലാവരോടും നല്ലോണം മിങ്കിളാകും, എപ്പോഴും ചിരിക്കും. എത്ര വേദന ഉണ്ടായാലും ആരോടും പറയത്തില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ ഒരു ദേവദാസന അവരുടെ ചർച്ച് 7 ദിവസവും ഉപവാസ പ്രാർത്ഥന വെച്ചു. എല്ലാ ദേവദാസന്മാരും അവർ വരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ശിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും വരുന്നു, ശിവയെ കാണുന്നുണ്ട്. എല്ലാവർക്കും അകത്തൊരു പ്രത്യാശയുണ്ട്. കാരണം ദൈവം ഒരു അത്ഭുതം ചെയ്യും. കാരണം അവൾ അതുപോലെ ഇരിക്കുന്ന ബോൾനെസ് പോലെ ഇരിക്കും. ആ സമയത്ത് എൻ്റെ മോള് 8ാം ക്ലാസ്സിലാണ്, മോന് 2ാം ക്ലാസ്സിലാണ്. എല്ലാ ദിവസവും രാത്രി ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം, ദൈവം അത്ഭുതം ചെയ്യണം. മോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. പക്ഷേ മാർച്ച് 21 അവൾക്ക് ഒത്തിരിയും ബുദ്ധിമുട്ട് വന്നു, പ്രയാസങ്ങൾ വന്നു.
അതിനു മുമ്പേ ശിവയുടെ മമ്മിയും പേരൻസും ഈ വിഷയം അറിഞ്ഞു. പക്ഷെ എന്നാലും അവര് എന്നോട് പറഞ്ഞു, പാസ്റ്റർ പേടിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യും. പക്ഷെ സംഗതി സ്ഥലം കൂടിയപ്പോൾ അവര് പറഞ്ഞു, പാസ്റ്ററെ നാട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നാട്ടിൽ ദേവദാസന്മാരുണ്ട്, അവർ പ്രാർത്ഥിക്കും. അങ്ങനെ കൃപയുള്ള ദേവദാസന്മാരുണ്ട്, അവർ പ്രാർത്ഥിക്കും. പാസ്റ്റർ നാട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ശിവനോട് ചോദിച്ചു, നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ശിവ പറഞ്ഞു, പാസ്റ്റർ നാട്ടിൽ പോകണ്ട. ഞാൻ അന്നേരം ശിവയുടെ മമ്മിയോട് പറഞ്ഞു, ദൈവത്തിന് അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവം ഇവിടും ചെയ്യും. എൻ്റെ വൈഫിന് ഇത്ര വലിയ പ്രശ്നം വന്ന സമയത്ത് നാട്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും പ്രാർത്ഥിച്ച് സൗഖ്യം ആകുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് പോയാലേ എൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ ആ ഒരു ചോദ്യം എനിക്ക് തന്നെ ചോദിക്കേണ്ടി വരും. എൻ്റെ കോൺഷ്യസ് എന്നോട് എന്തോ പറയും. എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പം ഞാൻ ആ പ്രശ്നം എടുത്തിട്ട് മറ്റിടത്തോട്ട് ഓടുവാന്ന് പറഞ്ഞാലേ എൻ്റെ ആശ്രയം ദൈവമല്ല, എൻ്റെ ആശ്രയം മനുഷ്യനാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ കൊണ്ടുവരത്തില്ല. ദൈവത്തിന് ഒരു ദേവദാസനെ അയച്ചിട്ട് ഇവിടെ സൗഖ്യം കൊടുക്കണമെങ്കിൽ ദൈവം നാട്ടിൽ നിന്നെങ്കിലും ദേവദാസനെ ഇവിടെ അയക്കും. പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് അവിടോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച ഒത്തിരിയും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ ദൈവം ഇവിടുന്ന് ജീവിപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരു വേദന വന്ന സമയത്ത് ആ വേദന മാറ്റണമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയില്ല. പക്ഷേ മാർച്ച് 2021-22 രാവിലെ സമയത്ത് ശിവ നിത്യതി ചേർക്കപ്പെട്ടു. ആ സമയത്തൊക്കെ അതൊക്കെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡെഡ് ബോഡി എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. മോൾക്ക് അറിയത്തില്ല. മോള് ഡെഡ് ബോഡി കണ്ടപ്പം അവൾക്ക് ഭയങ്കര വേദനയായി. മോൾ ആ സമയത്ത് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പപ്പ നിങ്ങളെല്ലാവരും പറഞ്ഞാലും ദൈവം സൗഖ്യിച്ച അത്ഭുതം ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തില്ലല്ലോ, നിങ്ങൾ എന്തോനെ കള്ളം പറഞ്ഞു. ദാറ്റ് വാസ് ഹർ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തോനെ കള്ളം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പറഞ്ഞു, മോളെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മരിച്ചുപോയാലും നമ്മൾ പ്രാർത്ഥിച്ച അവിടെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ അത് വിശ്വാസമാണ്, നമുക്കൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന മോളെ. പക്ഷെ ദൈവത്തിന് ഇതല്ലായിരുന്നു. നമുക്കിത് സഹിച്ചാലേ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, കർത്താവെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു നെഗറ്റീവ് തോട്ട്സ് മോടെ അകത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ വിശ്വാസത്തിന് പുറമോട്ട് പോയി. അങ്ങനെ 2 മാസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനും 3 മാസം എങ്ങും പോയില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ ദൈവത്തിന് കൃപയായിട്ട് മോളും ആ ഒരു വേദനക്കകത്തുനിന്ന് വെളി വന്നു. ദൈവം ഇതെല്ലാം സഹിക്കാൻ വേണ്ടി സഹായിച്ചു. പക്ഷെ ഞാൻ ആ സമയത്ത് ദൈവത്തോട് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ദൈവത്തിന്റെ 2 വാക്യം ഈ വേദന ഉള്ള സമയത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന വാക്യങ്ങളാണ്, നമുക്കെല്ലാം അറിയുന്ന വാക്യങ്ങളാണ്. ഒന്ന് യെശയ്യാ ചാപ്റ്റർ 43:2 പറയുന്നത്, നിങ്ങൾ വെള്ളത്തിനകത്ത് പോയാലും തീക്കകത്ത് പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ വേദന ഉള്ള സമയത്താണ് ഈ വാക്യങ്ങൾ എനിക്ക് വരുന്നത്. അന്നേരം ഞാനൊക്കെ വായിക്കുന്നതുകൊണ്ട് എനിക്കൊരു എപ്പോഴും പ്രത്യാശ ഉണ്ട്, ദൈവം ഒരു അത്ഭുതം ചെയ്യും. പിന്നെ ഒരു വാക്യ ആ സമയത്ത് ദൈവം തന്നെ 1 Corinthians chapter 10:13 ആയിരുന്നു. നോ ടെംപ്റ്റേഷൻ ഹാസ് ഓവർടേക്കൻ യു എക്സെപ്റ്റ് സച്ച് as common to man, but God is faithful, who will not allow you to be tempted beyond what you are able, but with the temptation also make the way to escape, that you may be able to bear it. ഈ വാക്യം കിട്ടിയപ്പം എനിക്ക് എപ്പോഴും ഒരു ഹോപ്പായിരുന്നു, ദൈവം വലിയൊരു അത്ഭുതം ചെയ്യും. ഈ ഒരു വേദനയ്ക്കകത്തുനിന്ന് ദൈവം ഒരു വരി എനിക്ക് വേണ്ടി ഒരുക്കുന്നു പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെ വിശ്വസിച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലാകുന്ന ആ വാക്യന്റെ അർത്ഥങ്ങൾ എന്ത്. ഇത്രയും വലിയ വേദന വന്നാലും അതിനകത്തുനിന്ന് തളരാതെ പുറമോട്ട് പോകാതെ സുവിശേഷ വില വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി ദൈവം ബലം തരും, ശക്തി തരും. ഇതൊന്നും നിങ്ങളെ തകർക്കത്തില്ല. ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ അവസ്ഥയിനകത്ത് ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക്
ബലം മാത്രമല്ല, മുമ്പോട്ട് പോകാൻ വേണ്ടി ദൈവം വരികൾ ഒരുക്കും. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്നും ഒത്തിരി അടുത്ത് പോകുന്നു. ട്രൈബൽ ഏരിയയുടെ മധ്യത്തിൽ ഇന്നും പോകുന്നു, സുവിശേഷങ്ങൾ പറയുന്നു. ദൈവം ഇത്രയും അദൃശ്യമായിട്ട് എൻ്റെ മോനെ നടത്തി. മോളിപ്പം 12th കംപ്ലീറ്റ് ചെയ്തിട്ട് BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ മാസം അഡ്മിഷൻ കിട്ടി. എൻ്റെ ഇവിടെ നിന്ന് 40 കിലോമീറ്റർ അടുത്ത നല്ലൊരു കോളേജിൽ. അങ്ങനെ അവൾ അവിടെ പഠിക്കുന്നു. മോനിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നേ എന്തോ ആ ദൈവത്തിൻ്റെ ഒരു പ്ലാന്. ഞാൻ മനസ്സിലാക്കിയ കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ഉപദേശം തരുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് അവസരം തരുന്നു. പക്ഷെ ആ അനുഭവമായിരിക്കും മറ്റവർക്ക് വേണ്ടി ഒരു അനുഗ്രഹം ആകുന്നു. ഞാൻ ഒരു വേദനയ്ക്കകത്ത് പോയെങ്കിൽ മാത്രമേ മറ്റവരെ എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഉപദേശിക്കുന്നുണ്ടേ മറ്റവർ ഞാൻ പറഞ്ഞ കേൾക്കത്തുള്ളൂ. പക്ഷെ ദൈവം എത്ര കഷ്ടതയായാലും പ്രയാസമായാലും ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്ന്, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം ആ പ്രത്യാശയും ആ ഒരു ബലയും ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ തന്നു. അങ്ങനെ ദൈവം ഇത്രയും സമയം എന്നെ നടത്തി മക്കളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി. അതിന് നന്ദി പറയുന്നു. ഒരു കാര്യത്തിൽ ഒരു കുറവില്ലാതെ ദൈവം നടത്തുന്നു. എന്നും ആരുടെ മുമ്പിൽ ഒരു കാര്യം ചോദിക്കാതെ, ആരോടും നമ്മുടെ കാര്യങ്ങളെ പറയാതെ ദൈവത്തോട് മാത്രം പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി. കാരണം ഞാൻ സുവിശേഷ വേല ഇറങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തായിരുന്നു. ഒന്ന്, സുവിശേഷ വേലനകത്ത് വചനത്തെ ഒരു മിക്സപ്പ് ചെയ്യത്തില്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം മനുഷ്യനെ പ്രസാദിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ പ്രസാദിക്കുന്നു. അതിനാ വചനത്തിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. 2, നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുക, ദൈവത്തെ ആശ്രയിക്കുക. ഈ 2 അനുഭവങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ തീരുമാനം എടുത്ത് ഇന്ന് വരെ ആ അനുഭവത്തിനകത്ത് പോകാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചു. അതിന് ഞാൻ നന്ദി പറയുന്നു. ഇത് എൻ്റെ ബലമോ നമ്മുടെ യോഗ്യത ഒന്നുമല്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി തീരുമാനം എടുത്താൽ, ദൈവത്തിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് വേണ്ടി സഹായിക്കും. ഇത്രയും സമയം ദൈവം ആ ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി എന്നെ ഏരിയയിൽ സഹായിച്ചു. ഞാൻ ഒരു ബൈബിൾ സ്കൂൾ ടീച്ചറുമാണ്, പിന്നെ ട്രാൻസ്ലേഷനും ചെയ്യും. അങ്ങനെ ദൈവം എന്തൊക്കെ താലന്തിൽ തന്നിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ദൈവം സഹായിക്കുന്നു. ഒത്തിരി ഏറിയാനകത്ത് ഞാൻ പോകുന്നുണ്ട്. ഞാൻ നന്ദി പറയുന്നു KM മാത്യു പാസ്റ്റർക്ക് അപ്പുറത്തുള്ള ദേവദാസന്റെ അനുഭവത്തിന്റെ മധ്യത്തിൽ എൻ്റെ അനുഭവം ഒന്നുമില്ല. പക്ഷെ ആ ദേവദാസനെ കാണാനും കപ്പുറത്തിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പോകാൻ വേണ്ടി ദേവദാസിന്റെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. അങ്ങനെ നമ്മളെക്കാട്ടിലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്നെക്കാളും വേദനയ്ക്ക് അകത്ത് പോയ ഒത്തിരിയും ദേവദാസന്മാർ വിശ്വാസികളുണ്ട്. അവരുടെയൊക്കെ ജീവിതം എപ്പോഴും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഇതുപോലെ അവസരം എനിക്ക് തന്നോർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. മാത്യു അമ്മൻ പാസ്റ്റർ നന്ദി പറയുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോക്ക് വേണ്ടി, മോന് വേണ്ടിയും ഈ വേലയ്ക്ക് വേണ്ടി. എൻ്റെ താല്പര്യം അടുത്ത തലമുറ, എൻ്റെ മോനെ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാ. ഇതിനു മുമ്പേ ഒരു മോനുണ്ടായിരുന്നു, അതും ഡെത്തായി പോയി. അത് കേട്ടാ പിന്നെ മോൻ കിട്ടി. അന്നേരം തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാ, ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി. ഞാൻ എപ്പോഴും ആ മോനോട് പറയാം, നീ ദൈവത്തിന് വേണ്ടിയാ, ദൈവത്തിന് വേല ചെയ്യണം. അങ്ങനെ തലമുറ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി ദൈവം സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വൺസ് അഗെയിൻ താങ്ക് യു. ഗോഡ് ബ്ലസ് യു.